ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്തെന്ന് കണവ നമുക്ക് വൃത്തിയാക്കാൻ പോകും. കണവ വൃത്തിയാക്കുക, കഴിക്കുക, തോരൻ വെച്ച് കഴിക്കുക എന്നതാണ് ഇന്നത്തെ പ്ലാനിങ്. അതിനായി നമുക്ക് കുറച്ച് കണവ എടുക്കുക. അത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കണവ എടുത്തിട്ട് കൈ വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ ബോഡി ഭാഗത്തുള്ള തൊലി റിമൂവ് ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് ഓരോ പീസസ് ആയിട്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ ഹെഡ് നമുക്ക് കളയണം. ഇതിൻ്റെ തല അതിൻ്റെ കൂടെ ഇടാനേ പാടില്ല. തല ഇട്ടാൽ നമുക്ക് 8 16 പണി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആവശ്യം അതിൻ്റെ ബോഡി ഭാഗം മാത്രം ക്ലീൻ ചെയ്ത് എടുക്കുക. അതുകൊണ്ട് ഞാൻ ബോഡി മാത്രമേ ക്ലീൻ ചെയ്തുകൊണ്ട് കണ്ടില്ലേ, നമ്മൾ ക്ലീൻ ചെയ്യുന്നതോറും അപ്പം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ വാഷ് ചെയ്ത് നമുക്ക് മാറ്റാം. അതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കുക. കണ്ടില്ലേ, ഞാൻ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ചിലരൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ ഫുള്ളും വെള്ള കണവേ ബ്ലാക്ക് കളറൊക്കെ ഇരിക്കും. അതുകൊണ്ട് നല്ല ക്ലീൻ ചെയ്ത് 1 2 3 4 അങ്ങനെ കേട്ടോ, നമ്മൾ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ ബോഡി ടൈപ്പിലുള്ള കണവയുടെ ബോഡി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ തല ക്ലീനിങ് തന്നെ ഇച്ചിരി ഡേഞ്ചറസ്, എന്നാലും നമുക്ക് കഴിക്കണ്ടേ, തല ക്ലീൻ ചെയ്യാം. ഇതിലും കണ്ടല്ലേ മഷി എന്ന് പറയുന്ന സംഭവം, ഈ സംഭവം പൊട്ടിയാലാണ് ഭയങ്കര പണി കിട്ടുന്നത്. ആ സംഭവം പൊട്ടിക്കഴിഞ്ഞാൽ അത് മഷി ചാടി ഫുള്ളും സീനാവും ഗൈസ്. അതുകൊണ്ട് നമുക്ക് ആ ടൈപ്പ് വേണ്ട. അത് നമുക്ക് കത്തി വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് ഈ തലയും ഇതുപോലെ ഒരു വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇത് ഫുള്ളും അതിനകത്ത് മഷി പറ്റി ഫുള്ളും വൃത്തികേടായിട്ട് അങ്ങ് ഇരിക്കും. അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിട്ടുള്ള മാർഗ്ഗം ഇത് വാഷ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി ഇടുക. അങ്ങനെ ഈ തലയിലുള്ള ആ എൻഡ് ഭാഗത്തുള്ള ആ അഴുക്ക് നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്ത് മാറ്റാം. അത് മാറ്റുമ്പോൾ തന്നെ ഏറെക്കുറെയൊക്കെ നമ്മുടെ മീൻ വൃത്തിയാവുന്നതായിരിക്കും. എന്നിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലിയാണെങ്കിൽ ഉരിച്ച് കളയാം. ഇരുമ്പിൻ്റെ ഒന്നും ഒരാവശ്യവും നമുക്ക് വേണ്ട. നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് നമുക്ക് വൃത്തിയാക്കാവുന്നതാണ്. അങ്ങനെ ഓരോന്ന് ഉപയോഗിക്കും തോറും നമ്മൾ അത് വൃത്തിയാക്കി മാറ്റണം. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫുള്ള് നല്ലോണം ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട്, ഇതിന് മാത്രമല്ല ഗൈസ്, ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. ഇതിന് ഹെഡിൽ തലയിൽ ഒരു ബൗൾ പോലത്തൊരു സാധനം ഇട്ടുണ്ട്. ആ ബോൾ പോലത്തുള്ള സാധനം കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേന് അത് വരുന്നതായിരിക്കും. നമുക്ക് അതും ക്ലീൻ ചെയ്ത് കളയാൻ. എൻ്റെ കൈ ഇരിക്കുന്നില്ല, ബോൾ പോലുള്ള സംഭവമുണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം. അത് നമ്മൾ യൂസ് ചെയ്തില്ല. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ ബോഡി ഭാഗം കട്ടിങ്ങാണ്. അങ്ങനെ നമുക്ക് ചിലർക്ക് ഇഷ്ടമാണ് വലുതായിട്ട് പീസ് കട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട്, ചെറുതായിട്ട് കഴിക്കാനുള്ള ഇഷ്ടമുള്ളവരുണ്ട്. അവരുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത്, ഞാൻ ഇത്തിരി വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്കിത് ഓരോന്നും എടുത്തിട്ട് നമുക്ക് പീസായിട്ട് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് നല്ലതുണക്ക് വാഷ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് വെച്ച കണവയുടെ തലയിൽ കൂടെ ഇതിനോട് ഇട്ടിട്ട് നല്ലതുണക്ക് കൈ കൊണ്ട് പിഴിഞ്ഞെടുത്ത് നമുക്ക് കണ്ണാപ്പയിലോട്ട് ഇട്ടിട്ട് വെക്കണം. സംഭവം തന്നെ ഇതിനകത്ത് വെള്ളം തോന്നിട്ട് നമ്മൾ ഇത് എന്തോ ഡിഷാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇതിന് വെള്ളം തോന്നിട്ട് മാത്രമേ യൂസ് ചെയ്യൂ, അല്ലെങ്കിൽ അതിൻ്റെ ചവർപ്പ് കാണും. നമുക്ക് അങ്ങനെ ഓരോ പിടിയെടുത്ത് പിഴിഞ്ഞ് നമുക്ക് ഇതിലോട്ട് ഇടാം. ഇത് വെള്ളം തോരുമ്പോഴേ നമുക്ക് മാറ്റി വെക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ചതപ്പ് റെഡിയാക്കുക. അതിന് വേണ്ടി കുറച്ച് തേങ്ങ ഇടുക, പിന്നെ കുറച്ച് ചുമന്ന ഉള്ളി ഇടുക, ഇഞ്ചി ഇടുക, പുളി ഇടുക ആവശ്യത്തിന്, പിന്നെ കുറച്ച് അധികം ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഗ്യാസിന് നല്ലതാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കുക. ഇതുണ്ട് എൻ്റെ കയ്യിരിക്കുന്ന അതേ രീതിയിൽ ചതച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു ചട്ടിയിലാണ് വെക്കുന്നത്. ടേസ്റ്റ് കൂടും. സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ച ഈ അരപ്പൂടിട്ട് നല്ലതുപോലെ നമുക്ക് നല്ല മിക്സ് ചെയ്യുക. എത്രത്തോളം മിക്സ് ചെയ്യുമോ അത്രത്തോളം നല്ലതാണ്. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച കണവയെ കൂടി ഇതിൽ നട്ട് പിന്നെയും അതിനെ നല്ലോണം കൊടുക്കുന്ന മിക്സി കൈ വെച്ച് നല്ല തിരുമ്മി എടുക്കുക. അരപ്പും മീനുമായിട്ട് സെറ്റാവുന്ന രീതിയിൽ തിരുമ്മിയെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് വേവുമ്പോൾ വെള്ളമാണ് ഗൈസ്, ഞാൻ പിന്നാണ് കണ്ടത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെച്ച് അടച്ച് 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ ഇതെന്താണ് വെള്ളപ്പൊക്കം ഉണ്ടായതുപോലാണെന്ന്. ഞാൻ വെച്ച് തോരനാക്കോ കറിയാക്കുമെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഗൈസ്. ഇത് പറ്റും തോറും ഇതിൽ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി വരുന്ന ഈ വെള്ളം
വറ്റും തോറും നല്ല ടേസ്റ്റാണ് ഗൈസ്. ഇനി എന്താ കുറച്ച് ചീനിപ്പുളി എടുക്കുക, നമ്മുടെ തോരനിടുക, കഴിക്കുക. നിങ്ങളും ട്രൈ ചെയ്യണം ഗൈസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.